ഈ ഷിഗല്ല എന്ന് ഒരുപാട് ഇപ്പം കേൾക്കുന്നുണ്ട്, വാർത്തകളിലൂടെയും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഷിഗല്ല ശരിക്കും എന്താണെന്നുള്ളതൊന്ന് ആൾക്കാർക്ക് അറിയണം എന്നുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവും, അതൊന്ന് പറയാമോ? സാധാരണ നമ്മുടെ പല അസുഖങ്ങളും വൈറസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങളായിരുന്നു. നമ്മുടെ നിപ്പ ആണെങ്കിലും കൊറോണ വൈറസ് ആണെങ്കിലും അതുപോലെ എബോള എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വൈറൽ അസുഖങ്ങളാണ്. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മുടെ ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ അസുഖമാണ്. ഒന്ന് രണ്ട് സ്പീഷീസ് എന്ന് പറയും, ഷിഗല്ല സോണ എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് വർഗത്തിൽപ്പെടുന്ന ഷിഗല്ലകളുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഓക്കെ. അത് പറഞ്ഞോട്ടെ. പകർച്ച ഉണ്ടാവുന്നത് ഇതൊരു ജലജന്യ രോഗമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ വെള്ളം, കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണത്തിലുണ്ടാവുന്ന അടങ്ങിയിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ പച്ചക്കറി, ഫ്രൂട്ട്സ് ഇതൊക്കെ വേവിക്കാണ്ട് കഴിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവുന്ന വെള്ളം ഇത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, ഈ ഷിഗല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെത്തുകയും ശരീരത്തിൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. ആ ഇൻഫെക്ഷൻ നമുക്ക് കൂടുതൽ പറയാം. ആ ഇൻഫെക്ഷനുള്ള രോഗബാധിതനായിട്ടുള്ള ആൾ അയാളുടെ മലത്തിലൂടെ ഈ ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയയെ പുറന്തള്ളും. ഈ മലം വീണ്ടും മലിനമായ ജലാശയങ്ങളിൽ എത്തുകയും അത് വീണ്ടും മറ്റൊരാൾ കുടിക്കാനിടയാകുകയും ചെയ്താൽ മറ്റേ ആൾക്കും ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഇതൊരു ജലജന്യ രോഗമാണ്. ഫീക്കോ ഓറൽ ട്രാൻസ്മിഷനാണ് ഇത് വരുന്നത്. അതായത് വിസർജ്യത്തിലൂടെ വരുന്ന ഒരു അസുഖമാണ്. ഓക്കെ. ഇത് എത്രത്തോളം ബാക്ടീരിയൽ ഡിസീസസ് ഒരുപാട് ഇങ്ങനെ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഒരുപാട് പേര് അതിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിഗല്ലയെ മാത്രം ഇത്രയധികം ചെയ്യാൻ നമ്മൾ ചർച്ച ചെയ്യാൻ അത്ര ഫെയ്റ്റിലാണോ എന്നുള്ളതൊന്ന് പറയാമോ? ഒരു 90% ആളുകൾക്കും ഇത് ഒരു സങ്കീർണതകളിലേക്ക് നീങ്ങാറില്ല. വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഇത് ചില സങ്കീർണതകൾ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും മരണം വരെ ഉണ്ടായേക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ 3-4 മരണങ്ങൾ ഷിഗല്ല മൂലം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മരണം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഇത് നമ്മുടെ മീഡിയകളിലൊക്കെ ഇതിൻ്റെ കുറച്ച് പ്രാധാന്യം കൂടുന്നതും അതുപോലെ തന്നെ കുറച്ച് ജാഗരൂകരാകേണ്ട അവസ്ഥയുമുണ്ട്.